ഹലോ അസ്സലാമുഅലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാവുന്ന നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ചക്കക്കുരു മെഴുക്കുവരയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഏകദേശം ഇതേപോലെ ചെറിയ പീസുകളാക്കി തിക്നെസ് കുറച്ച് കട്ട് ചെയ്ത് വെച്ച് ചക്കക്കുരുവാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, ചുമന്നുള്ളി, കരിവേപ്പില, 3 കഷ്ണം ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. താളിക്കാനായിട്ടാണ് ചുമന്നുള്ളി, വെളിച്ചെണ്ണ, വെള്ളം, ചക്കക്കുരു തിക്നെസ് കുറച്ച്, അധികം വിളയാത്ത ചക്കക്കുരുവാണ്, തിക്നെസ് കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. തേങ്ങാക്കൊത്ത്, അധികം വിളയാത്ത തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചക്കക്കുരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാത്രത്തിൽ വെച്ചു. അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ചു. ഏകദേശം നമ്മുടെ ചക്കക്കുരുവിന് ചെറിയൊരു തിളവൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചക്കക്കുരു പകുതി വേവായതിന് ശേഷം നമ്മൾ കൊത്തി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിലോട്ട് ആഡ് ചെയ്യുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമുള്ളതാണിത്. നമ്മൾ ചക്കക്കുരു ഏകദേശം അതിനകത്ത് വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റി ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലേക്ക് അല്പം എണ്ണയും കടുകും ഇട്ട് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിരുന്ന ചുമന്നുള്ളി അതിലോട്ട് ആഡ് ചെയ്തു. വേണമെങ്കിൽ ചേർക്കാം ചുമന്നുള്ളി, അത് ഓപ്ഷണലിയാണ്. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി താളിക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം നമ്മുടെ ഉള്ളി മൂത്തതിന് ശേഷം നമ്മൾ കരിവേപ്പില അതിലോട്ട് ആഡ് ചെയ്തു. നന്നായിട്ട് കരിവേപ്പില എല്ലാം മൂത്തതിന് ശേഷം നമ്മൾ വറ്റിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ആ പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാ സ്ഥലത്തും അതിൻ്റെ എണ്ണയും കടുകും എല്ലാം ഒന്ന് എത്താനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കും കമൻറ്റും മാത്രം പോരാ, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പുതിയൊരു വീഡിയോയുമായി കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ, താങ്ക് യു.